നമസ്കാരം. ഡീകോഡറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നടക്കാനിരിക്കുന്ന കേരള തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണത്തിലേക്കും അപ്പോൾ കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തിടെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു മുന്നേറ്റം പ്രവചിക്കുന്നുണ്ടോ? അതോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കേരളത്തിൻ്റെതായ ഈ ഘടകങ്ങൾ അസാധാരണമായ ഒരു പങ്ക് വഹിക്കുമോ? ആദ്യം, അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആധിപത്യം നമുക്ക് പരിശോധിക്കാം. അതായത് കേരളത്തിൽ അടുത്തിടെ നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ CPM നേതൃത്വം നൽകുന്ന LDFനെ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF, അതായത് ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായി പരാജയപ്പെടുത്തി. ഇപ്പോൾ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും CPM നേതൃത്വത്തിലുള്ള LDF നേടിയ വെറും 340 സീറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 941 സീറ്റുകളിൽ 505 എണ്ണം നേടി UDF ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ തൂത്തുവാരി. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFന്റെ 64-നെതിരെ UDF 79 സീറ്റുകൾ നേടി. LDF നേടിയ വെറും 28 സീറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 54 സീറ്റുകൾ നേടി UDF മുനിസിപ്പാലിറ്റികളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിലും അവർ സമ്പൂർണ്ണ വിജയം നേടി. 5-ൽ 4 എണ്ണവും വിജയിച്ചു. അതുകൊണ്ട് UDFുമായി താരതമ്യം ചെയ്യുമ്പോൾ LDFന്റെ പ്രകടനം മോശമായിരുന്നു എന്ന് മാത്രമല്ല, LDFന് കാര്യമായ തകർച്ചയും സംഭവിച്ചു. 2020 നടന്ന കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള CPMന്റെ കുത്തനെയുള്ള തകർച്ച അവർക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. 2020 ഗ്രാമപഞ്ചായത്തുകളിൽ 580 സീറ്റുകൾ ഉണ്ടായിരുന്ന LDF 2025 വെറും 340 സീറ്റുകളിലേക്ക് താഴ്ന്നു. വാസ്തവത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ എല്ലാ വിഭാഗങ്ങളിലും LDF നേടിയ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ചില അസാധാരണമായ പ്രവണതകൾക്ക് സാക്ഷ്യം വഹിച്ചു. കണക്കുകൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പുകളിലെ തീർത്തും അപ്രതീക്ഷിതമായ ചില ഫലങ്ങൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലെ LDFന്റെ തകർച്ച. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമീണ മേഖലകളിൽ UDFന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. എന്നാൽ ഇതിനു മുൻപ് 2020 ഗ്രാമീണ മേഖലകളിലെ തിരഞ്ഞെടുപ്പുകളിൽ അവർ തൂത്തുവാരിയിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിലാണ് CPM ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ 62% സീറ്റുകളിൽ നിന്ന് ഇത്തവണ വെറും 36% സീറ്റുകളിലേക്ക് താഴ്ന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലും 73% സീറ്റുകളിൽ നിന്ന് അത് വെറും 42ലേക്ക് താഴ്ന്നു. ജില്ലാ പഞ്ചായത്തുകളിൽ 50% ജില്ലകളിൽ വിജയിച്ചതിനാൽ ഇടതുപക്ഷത്തിന് സ്ഥിതി അല്പം മെച്ചമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച 79%-ൽ നിന്ന് ഇതൊരു ഇടിവ് തന്നെയായിരുന്നു. നഗരപ്രദേശങ്ങളിലും LDFന് വലിയ തകർച്ച നേരിടേണ്ടി വന്നു. വാസ്തവത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ UDF വൻ വിജയം നേടി. ഇത് മുൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പൂർണ്ണമായ ഒരു വിപരീതമായിരുന്നു. പുതിയ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം 32%-ലേക്ക് താഴ്ന്നു. കോർപ്പറേഷനുകളിൽ വെറും 17%-ലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. ഈ ഭാഗത്ത് നമ്മൾ 2 പ്രധാന മുന്നണികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP ഇതുവരെ കാര്യമായ പങ്ക് വഹിച്ചിട്ടില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ 16%-ആയി ഉയർന്നുവെങ്കിലും പിന്നീട് 2021 BJPക്ക് ആ മുന്നേറ്റം നഷ്ടപ്പെട്ടു. ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഒരു പ്രധാന നേട്ടമുണ്ടായിരുന്നു. അവർ നഗരപ്രദേശമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ചു. അതൊരു സുപ്രധാന വിജയമായിരുന്നു. നമ്മൾ ജില്ലാ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ UDFന് വ്യക്തമായ ഒരു മുൻതൂക്കമുണ്ട്. 2020 താരതമ്യം ചെയ്യുമ്പോൾ 2025 LDFന്റെ തകർച്ച ഭൂമിശാസ്ത്രപരമായി എത്രത്തോളം വ്യാപിച്ചിരുന്നുവെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഭൂപടങ്ങളുടെ താരതമ്യം കാണിക്കുന്നു. UDF പിന്തുണയിലെ പ്രധാന വർധനവ് തെക്ക് മധ്യമേഖലയിലായിരുന്നു. നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ തെക്ക് ഭാഗത്ത് മാത്രം അവരുടെ ജില്ലകളുടെ എണ്ണം 1-ൽ നിന്ന് 4-ആയി ഉയർന്നു. ഇപ്പോൾ ജില്ലാ തലത്തിൽ ഗ്രാമതലത്തിലേതുപോലെ അത്ര മോശമായിട്ടല്ല ഇടതുപക്ഷം ചെയ്തതെന്ന് തോന്നുന്നു. അതെ, ഡാറ്റ കാണിക്കുന്നത് അതാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പ്രധാനമായും ആധിപത്യം സ്ഥാപിച്ചത്
ഗ്രാമപഞ്ചായത്തുകളിലാണ്. ജില്ലാ തലത്തിലെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 14-ൽ 8 ജില്ലകൾ നേടിയെങ്കിലും ബ്ലോക്ക് തലത്തിൽ 14-ൽ 6 എണ്ണം മാത്രമാണ് നേടിയത്. കൂടാതെ ജില്ലാ പഞ്ചായത്തുകൾ LDFുമായി 7-7 എന്ന നിലയിൽ പങ്കിട്ടു. ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ UDFിൻ്റെ സമ്പൂർണ്ണ മുന്നേറ്റമാണ് കണ്ടത്. മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ 14-ൽ 10 ജില്ലകളും 6 കോർപ്പറേഷനുകളിൽ 4 എണ്ണവും അവർ നേടി. മൊത്തത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ 14-ൽ 8 ജില്ലകളിലും UDF വിജയിച്ചു. ഇനി വലിയ ചോദ്യം ഇതാണ്: 2025-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ UDFിൻ്റെ നിർണായക വിജയം 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവർ വിജയിക്കും എന്നാണോ അർത്ഥമാക്കുന്നത്? അപ്പോൾ എന്താണ് ഈ മിറർ ഇമേജ് ഫാലസി? 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ വിജയത്തിൻ്റെ മുന്നോടിയായി ഈ ഫലങ്ങളെ കാണാൻ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഒരു പ്രലോഭനമുണ്ടാകും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഭൂപടം പെട്ടെന്നൊന്ന് നോക്കിയാൽ വെറും 6 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിയമസഭാ ഫലങ്ങൾ അനുകരിക്കുന്നതായി തോന്നുന്നതായോ പലപ്പോഴും കാണാം. എന്നിരുന്നാലും ഈ ഉപരിപ്ലവമായ പരസ്പര ബന്ധം കേരളത്തിലെ വോട്ടിംഗ് രീതിയിലെ ആഴത്തിലുള്ള ഒരു ഘടനാപരമായ പ്രവണതയെ മറച്ചുവെക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് സംസ്ഥാന തല തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള മാറ്റത്തിൽ വോട്ട് വിഹിതം വീണ്ടെടുക്കുന്നതിൽ LDFന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. അതിനെ റിക്കവറി ഫാക്ടർ എന്ന് വിളിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് വെറും 6 മാസത്തിന് ശേഷം നടക്കുന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 2010-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷവും തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 5.4% കൂടുതൽ വോട്ട് ലഭിച്ചു. 2015-16 തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് 5.7% കൂടുതൽ വോട്ട് ലഭിച്ചു. കൂടാതെ 2021 തിരഞ്ഞെടുപ്പിൽ ചെറുതാണെങ്കിലും പ്രാധാന്യമർഹിക്കുന്ന 4.1% വോട്ടുകൾ അത് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFും നേരത്തെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ടുകൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇടതിനേക്കാൾ വളരെ ചെറിയ ശതമാനത്തിൽ. മൊത്തത്തിൽ ശരാശരി നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ LDF വോട്ട് 5.1% വർദ്ധിക്കുന്നു. അതേസമയം UDF വോട്ട് 1.4% മാത്രമാണ് ഉയരുന്നത്. അപ്പോൾ ഇതെല്ലാം മൂന്നാമത്തെ വോട്ടിൻ്റെ മൂന്നാമത്തെ ഘടകത്തിൻ്റെ ഏകീകരണത്തെക്കുറിച്ചാണോ? എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്? മുമ്പ് സ്വതന്ത്രർക്ക് രേഖപ്പെടുത്തിയ വോട്ടുകളുടെ ഏകീകരണത്തിലാണ് ഉത്തരം. ഞങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെ ഡാറ്റ വെളിപ്പെടുത്തുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ LDF തങ്ങളുടെ വോട്ട് വിഹിതം ശരാശരി 5.1% വർദ്ധിപ്പിക്കുന്നു എന്നാണ്. ഇതിനു വിപരീതമായി നമ്മൾ കണ്ടതുപോലെ UDFന് 1.4 എന്ന വളരെ മിതമായ വർധനവ് മാത്രമേ ഉള്ളൂ. ഈ കുതിപ്പ് വരുന്നത് BJPയിൽ നിന്നല്ല. അവരുടെ വോട്ട് വിഹിതം കുറയുന്നില്ല, അല്ലെങ്കിൽ അല്പം മാത്രം. പക്ഷേ ഈ 2 തരം തെരഞ്ഞെടുപ്പുകൾക്കിടയിലും അത് നിശ്ചലമായി തുടരാനോ സ്ഥിരമായിരിക്കാനോ ആണ് പ്രവണത. പകരം സംഭാവന വരുന്നത് തദ്ദേശ തലത്തിൽ സ്വതന്ത്രരെയും ചെറിയ പാർട്ടികളെയും പിന്തുണയ്ക്കുന്ന വോട്ടർമാരിൽ നിന്നാണ്. സംസ്ഥാന ഭരണത്തിലേക്ക് ശ്രദ്ധ മാറുമ്പോൾ ഏകദേശം 6.5% വിഹിതം കുറയുന്ന ഈ വോട്ടർമാർ പ്രധാന സഖ്യങ്ങളിലേക്കും പ്രധാനമായും ഇടതുപക്ഷത്തേക്കും മാറാൻ പ്രവണത കാണിക്കുന്നു. അപ്പോൾ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇടതിൻ്റെ ഈ ചരിത്രപരമായ തിരിച്ചുവരവ് ഘടകം പുതുക്കിയ 2025-ലെ ഫലങ്ങളിൽ പ്രയോഗിച്ചാൽ 2026-ലെ നിയമസഭയുടെ പ്രതീക്ഷിത ചിത്രം ഒരു വൻ വിജയമെന്ന ധാരണയിൽ നിന്ന് വാസ്തവത്തിൽ ഏതാണ്ട് സമനിലയിലേക്ക് നാടകീയമായി മാറുന്നു. ആദ്യം UDFിൻ്റെ പ്രതീക്ഷിത വോട്ട് നോക്കാം. അവരുടെ ചരിത്രപരമായ നേട്ടമായ വെറും 1.4%. അവരുടെ ഇപ്പോഴത്തെ വോട്ട് വിഹിതമായ 41.2% ചേർക്കുമ്പോൾ അത് അവരെ 42.6-ൽ എത്തിക്കുന്നു. ഇപ്പോൾ LDFിൻ്റെ പ്രവചിക്കപ്പെട്ട വോട്ട് എന്താണ്? അവരുടെ ഗണ്യമായ 5.1% ചരിത്രപരമായ വീണ്ടെടുക്കൽ താരതമ്യേന കുറവായ അവരുടെ ഇപ്പോഴത്തെ വിഹിതമായ 36.3 ചേർക്കുമ്പോൾ
അതവരെ 41.4 ഉയർത്തുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ സൂചന എന്തെന്നാൽ UDFന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ട സുഖപ്രദമായ 4.9% വിജയ മാർജിൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അപകടകരമായ 1.2% മാർജിനിലേക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒന്നിലധികം പാർട്ടികളുള്ള ഇന്ത്യയുടെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സമ്പ്രദായത്തിൽ ഇത്രയും നേരിയ ഒരു മാർജിൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം മിക്കവാറും അപ്രധാനമാണ്. വെറും 0.6% ഒരു ചാഞ്ചാട്ടം, ഒരു ചെറിയ ചാഞ്ചാട്ടം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം മാറ്റിമറിക്കാൻ മതിയാകും. ഇനി കേരളത്തിൽ റിവോൾവിംഗ് ഡോർ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസത്തിന്റെ തിരിച്ചുവരവിന്റെ കാര്യമോ? എന്താണ് ഈ റിവോൾവിംഗ് ഡോർ? വോട്ട് വീതത്തിന്റെ കണക്കുകൾക്കപ്പുറം ശക്തമായ ഒരു സാമൂഹിക ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് കേരളത്തിലെ റിവോൾവിംഗ് ഡോർ പ്രതിഭാസം. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തെ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കേരളത്തിലെ വോട്ടർമാർ ഓരോ 5 വർഷം കൂടുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും UDFനെയും LDFനെയും മാറി മാറി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ക്ലോക്കിൻ്റെ കൃത്യതയോടെ സർക്കാരുകളെ അധികാരത്തിലേറ്റുകയും പുറത്താക്കുകയും ചെയ്യുന്നു. 1977, 1980 മറ്റൊരു സർക്കാർ, 1982 മറ്റൊരു സർക്കാർ, 1907 മറ്റൊരു സർക്കാർ എന്നിങ്ങനെ. ഈ രീതി തകർക്കപ്പെട്ടത് 2021 മാത്രമാണ്. അന്ന് LDF 50 വർഷത്തിനിടെ കേരളത്തിൽ ഏതൊരു സർക്കാരിനും ആദ്യമായി അധികാരം നിലനിർത്തി. അതിനാൽ 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു നിർണായക ചോദ്യം ഉയർത്തുന്നു. 2021 സർക്കാരിൻ്റെ വീണ്ടുമുള്ള തിരഞ്ഞെടുപ്പ് ഒരു അസാധാരണ സംഭവമായിരുന്നു. കേരളത്തിലെ സർക്കാരുകളുടെ ഊരമിട്ടുള്ള ഭരണത്തിന് അന്ത്യമായി എന്നതിൻ്റെ സൂചനയാണോ അത്? ഇപ്പോൾ 2025 UDFൻ്റെ തിരിച്ചുവരവ് സൂചിപ്പിക്കുന്നത് ആ ഊഴമിട്ടുള്ള ഭരണം എണ്ണയിട്ട് തയ്യാറായി 2026 ഒരിക്കൽ കൂടി തിരിയാനും കറന്നാനും ഒരുങ്ങിയേക്കാം എന്നാണ്. ഇനി ഒരു പെട്ടെന്നുള്ള നിഗമനം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തെ തുടർന്ന് UDF നിസ്സംശയമായും മുൻനിരയിലാണെങ്കിലും കേരള നിയമസഭയിലേക്കുള്ള മത്സരം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഒന്നല്ല. സ്വതന്ത്രരുടെയും ചെറുപാർട്ടികളുടെയും അദൃശ്യമായ വോട്ടുകളും അവയെ ഏകോപിപ്പിക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ ചരിത്രപരമായ കഴിവും സൂചിപ്പിക്കുന്നത് 2026 തിരഞ്ഞെടുപ്പ് ഒരു വൻ വിജയമായിരിക്കില്ല, മറിച്ച് നേരിയ ഭൂരിപക്ഷത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു മത്സരമായിരിക്കും എന്നാണ് അവർ പറയുന്നത് പോലെ കാണ്ടേ കി ടക്ക. നമുക്ക് പെട്ടെന്ന് ഒരു 5 ഇന സംഗ്രഹം നോക്കാം. കേരളത്തിലെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF വൻ വിജയം നേടി. സംസ്ഥാനത്തുടനീളമുള്ള മിക്ക പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മുന്നിലെത്തി. മുൻപത്തെ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്വന്തം പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ CPM നേതൃത്വം നൽകുന്ന LDF കുത്തനെയും ഏകീകൃതവുമായ ഒരു തകർച്ച നേരിട്ടു. ഇപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് UDFൻ്റെ ഒരു വൻ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പല നിരീക്ഷകരും നിഗമനത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ ചരിത്രപരമായി കേരളം വ്യത്യസ്തമാണ്. 6 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം ഗണ്യമായ വോട്ട് വിഹിതം തിരിച്ചുപിടിക്കാറുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരെയും ചെറുപാർട്ടികളെയും പിന്തുണയ്ക്കുന്ന വോട്ടർമാർ അവരുടെ വോട്ട് 2 പ്രധാന സഖ്യങ്ങളിലേക്ക് മാറ്റുന്നു. അതിൽ അല്പം കൂടുതൽ LDFന് ലഭിക്കുന്നു. അതുകൊണ്ട് ഫലമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFൻ്റെ വൻ വിജയമുണ്ടായിരുന്നിട്ടും 2026 തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വളരെ വാശിയേറിയ മത്സരമായേക്കാം. അപ്പോൾ ഈ വർഷം കേരളത്തിലെ സർക്കാരുകളുടെ സാധാരണ ഊഴമിട്ടുള്ള ഭരണം വീണ്ടും ആവർത്തിക്കുമോ? അതോ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചതിലേക്ക് തിരികെ പോകുമോ? അതേ സർക്കാരുകൾ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കണ്ടതിന് വളരെയധികം നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക. ഡീകോഡറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടതിന് ഒരിക്കൽ കൂടി നന്ദി. തൽക്കാലത്തേക്ക് ബൈ.